ആളുകളെല്ലാം 10 കൊല്ലത്തെ ഇടതുപക്ഷ ഭരണത്തിന് ശേഷം പറഞ്ഞു, ഇനി നമുക്കൊരു മാറ്റം വേണം, മാറ്റം വേണം. എന്താണ് സർക്കാരിന്റെ ഒരു കുഴപ്പമെന്ന് ചോദിച്ചാൽ ആർക്കും ഒന്നും പറയാനില്ല. മാറ്റം വേണം, സർക്കാരിന് കുഴപ്പമൊന്നുമില്ല, ഒന്ന് മാറണം. പണ്ട് ഞങ്ങളവിടെ ഉണ്ടായിരുന്നു, എന്റെ വല്യമ്മ പറയും, ഒരു ആയിച്ചുവാത്ത എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ, എന്തിനും കുറ്റേ കാണുള്ളൂ ആയിച്ചുവാത്ത. അപ്പോ ഒരിക്കലും വല്യമ്മാന്റെ നാട്ടില് ഒരു വലിയ കല്യാണം നടന്നു. അവിടുത്തെ വലിയൊരു മുസ്ലിം പ്രമാണിയാണ്. നല്ല ബിരിയാണി, നല്ല സെറ്റപ്പ്, എല്ലാ നിലക്കും കല്യാണം ജോറായിരുന്നു. ആയിച്ചുവാത്തനോട് ചോദിച്ചു, ആയിച്ചുവാത്ത എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണം? അപ്പൊ കല്യാണം നമ്മൾ സാധാരണ ബിരിയാണിക്ക് ശേഷം ഓരോ പഴം കൊടുക്കുമല്ലോ, നല്ല പഴം ഒന്ന് കൊടുക്കും, ചെറിയ പഴം. അപ്പൊ ആയിച്ചുവാത്ത പറഞ്ഞു, കല്യാണമൊക്കെ തിരക്കുണ്ടായിരുന്നില്ല, പക്ഷെ പഹര് തന്നെ വായൊക്കെ തൊള്ളിക്കൊണ്ടില്ല, വായൊക്കെ തൊള്ളിക്കൊണ്ടില്ല. ആ നമ്മളുടെ ഈ ചെറുപഴം ഉണ്ടല്ലോ, അതിന് കുറച്ച് വലിപ്പം കൂടി, അതാ ആയിച്ചുവാത്തൊക്കെ കുറ്റായിട്ട് പറഞ്ഞത്. എന്ന മാതിരിയല്ലേ കേരളത്തിലെ ജനങ്ങള് 10 കൊല്ലത്തെ ഇടതുപക്ഷ സർക്കാരിനെ കുറിച്ച് പറഞ്ഞത്? പിണറായി വിജയൻ ഓണത്തിന് തന്ന അരി കുറച്ച് കൂടിപ്പോയി, അത്ര വേണ്ടിയില്ല, അതല്ലേ കുറ്റം പറഞ്ഞത്? ഓണം വന്നല്ലോ, റേഷൻ ഷോപ്പിൽ നിന്ന് കിറ്റ് കിട്ടിയോ എല്ലാവർക്കും? ആർക്കൊക്കെയാണ് കിറ്റ്? എത്ര രൂപയാണ് BPL കാർഡ് ഇല്ലാത്തവർക്ക് അരി നൽകുമ്പോ വിലയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്? അങ്ങാടിയിലൊക്കെ പോയിട്ട് സാധനങ്ങൾ വാങ്ങി നോക്കിയോ? തീ പിടിച്ച വിലയല്ലേ പച്ചക്കറി സാധനങ്ങൾക്ക് പോലും ഓണക്കാലത്ത്. ആർക്കും ഒരു പരാതിയില്ല. കറണ്ട് ഉണ്ടോ? പവർ കട്ട് വന്നില്ലേ? എല്ലാ ഓരോ മേഖലയിലും ഇടതുപക്ഷ സർക്കാർ പോയതിന്റെ ഫലം ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകളുടെ വീട്ടിൽ പെൻഷൻ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. സർക്കാരിന്റെ ഒരു തീരുമാനമായിരുന്നു അത്. ആ തീരുമാനം പിൻവലിച്ചില്ലേ? ഇനി ബാങ്കിൽ വരും എന്നാണ് പറയുന്നത്. അപ്പൊ ബാങ്കിൽ വന്നാൽ അത് എടുക്കാൻ വേണ്ടി പോകാൻ ഒരു 100 രൂപ ഓട്ടോറിക്ഷയ്ക്ക് ചെലവാക്കണം. അങ്ങോട്ട് 100 രൂപ, ഇങ്ങോട്ട് 100 രൂപ. ആദ്യത്തെ തവണ നമ്മൾ വന്നോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടൊന്നു പോകും, അപ്പൊ വന്നിട്ടില്ല എന്ന് പറയും, അപ്പൊ തിരിച്ചു പോരും. ഇങ്ങനെ ആളുകളെ ബുദ്ധിമുട്ടിക്കാനല്ലേ VD സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ശ്രമിക്കുന്നത്? ആളുകൾക്ക് എന്ത് വന്നാലും വേണ്ടിയില്ല, മുഖ്യമന്ത്രി ചിരിച്ചാൽ മതി. ഇങ്ങനെ നിങ്ങൾക്ക് ചിരി കാണണമെന്നുണ്ടെങ്കിൽ കുളമ്പാറയിലോ അല്ലെങ്കിൽ കുതിരവട്ടത്തോ പോയി നോക്കിയാൽ മതി. അവിടെ എപ്പോഴും ചിരിക്കുന്ന ആൾക്കാരെ കാണാൻ മതി. ഈടോ ആവശ്യം ഉണ്ടാകുമ്പോഴല്ലേ ചിരിക്കുക? നമ്മളെ വീട്ടിലൊക്കെ ഇപ്പോ നമ്മളെ വാപ്പാരുണ്ടാകും, വല്യപ്പാരുണ്ടാകും, ഓല് സദാസമയം എങ്ങനെ വിളിച്ചു കെട്ടി കണ്ട. ഞമ്മക്ക് എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോ ഓലുണ്ടാവും. കോവിഡ് വന്നു, നിപ്പ വന്നു, പ്രളയം വന്നു, നമ്മളെ ചേർത്ത് പിടിക്കാൻ ഒരു സർക്കാരും ഒരു മുഖ്യമന്ത്രിയും ഉണ്ടായിരുന്നു. ഇപ്പോഴോ ഒരാളും നാഥനും ഇല്ലാത്ത അവസ്ഥ. കേരളത്തിൽ ഒരു ആളും നാഥനും ഇല്ലാത്ത അവസ്ഥ, അനാഥമായ സാഹചര്യം. ആരോട് ചോദിച്ചാലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ. ഇപ്പോഴിതാ സഹകരണ മന്ത്രി പറഞ്ഞിരിക്കുന്നു, മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിനെതിരായിട്ട് ഇന്ന് സഹകരണ ബാങ്കുകൾ മുഖേനയല്ലാതെ പെൻഷൻ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് ശരിയായില്ല, അത് സഹകരണ മേഖലയെ ദുർബലപ്പെടുത്തും, സഹകരണ മേഖലയോട് ജനങ്ങൾക്ക് അവിശ്വാസം ഉണ്ടാകുന്നതിന് അത് കാരണമായേക്കും എന്നാണ് സഹകരണ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത്, ഇടതുപക്ഷം ഭരിച്ച 10 വർഷക്കാലത്ത് രണ്ടഭിപ്രായം 2 മന്ത്രിമാർ പറഞ്ഞ ഘട്ടമുണ്ടായിട്ടുണ്ട്. എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയും ഉണ്ടായിരുന്നു, ഒരു സനാഥത്വം ഉണ്ടായിരുന്നു കേരളത്തിന്. പക്ഷെ ഇന്ന് അനാഥത്വമാണ് കേരളം അനുഭവിക്കുന്നത്. ഈ ദുർഗതിയിൽ നിന്ന്, ഈ ദുരവസ്ഥയിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കണം. കേരളത്തെ RSSകാർക്ക് തീരെഴുതി കൊടുക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് അവരുടെ എല്ലാ പ്ലാനുകളെയും പദ്ധതികളെയും നമുക്ക് പൊളിക്കണം. അതിന് മതേതര പക്ഷത്ത് നമ്മൾ ഉറച്ചു നിൽക്കണം. ഒരു പാർട്ടിയുടെ സമ്മേളനം എന്ന് പറഞ്ഞാൽ എല്ലാവരുമുള്ള സമ്മേളനമാണ്. BJPയുടെ സമ്മേളനത്തിൽ പോയാൽ ഹിന്ദുക്കളെ മാത്രമേ നമ്മൾ കാണൂ, ഹിന്ദുക്കളെ മാത്രം. വല്ല ക്ഷേത്ര കമ്മിറ്റിയുടെ സമ്മേളനത്തിൽ ചെന്ന മാതിരിയാണ്. ക്ഷേത്ര കമ്മിറ്റിയുടെ യോഗം ചേരുന്നത് പോലെയാണ് BJPയുടെ പൊളിറ്റിക്കൽ മീറ്റിംഗിന് ചെന്നാൽ. മുസ്ലിം ലീഗിന്റെ സമ്മേളനത്തിന് പോയാലോ വല്ല പള്ളി കമ്മിറ്റിയിൽ പങ്കെടുക്കുന്ന പോലെയാണ് തോന്നുക. കാരണം എല്ലാവരും മാപ്പിളാരാണ്, മുസ്ലിങ്ങളാണ്, വേറുള്ളവരാരുമില്ല. BJPയുടെ സമ്മേളനത്തിൽ മുഴുവൻ ഹിന്ദുക്കൾ.
മുസ്ലിം ലീഗിന്റെ സമ്മേളനത്തിൽ മുഴുവൻ മുസ്ലിങ്ങൾ പള്ളി കമ്മിറ്റി പങ്കെടുക്കുന്നത് പോലെ, മഹല്ല് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുന്നത് പോലെയാണ് ലീഗ് സമ്മേളനത്തിന് പോയാൽ നമുക്ക് തോന്നുക. അങ്ങനെ മതപരമായിട്ടുള്ള ഒരു അവസ്ഥ എന്തിന് പൊളിറ്റിക്കൽ പാർട്ടികളുടെ മീറ്റിങ്ങുകളിൽ ഉണ്ടാക്കണം? ഇതാ CPIM-ന്റെ ഒരു സെമിനാർ. ഈ സെമിനാറിൽ നാനാജാതി മതസ്ഥരുണ്ട്, എല്ലാ മതക്കാരുമുണ്ട്, ജാതിക്കാരുമുണ്ട്. ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ നമുക്ക് കഴിയണം. അല്ലാതെ BJP-യുടെ മീറ്റിംഗിന് ചെല്ലുമ്പോൾ ഹിന്ദുക്കളെ കാണുന്നത് പോലെ, ഹിന്ദുക്കളെ മാത്രം കാണുന്നത് പോലെ, ലീഗിന്റെ സമ്മേളനത്തിന് ചെല്ലുമ്പോ മുസ്ലിങ്ങളെ മാത്രം കാണുന്നത് പോലെ, ഏതെങ്കിലും ഒരു പ്രത്യേക മതക്കാരെയോ ജാതിക്കാരെയോ മാത്രമായി കാണുന്ന ഒരിടം ആകാൻ പാടില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മേളന വേദി. രാഷ്ട്രീയ പാർട്ടിയുടെ മീറ്റിംഗിൽ അത് കേൾക്കുന്നവരിൽ, വേദിയിൽ എല്ലാം തന്നെ ആ ഒരു വൈജാത്യം ഉണ്ടാകണം. അപ്പൊ ലീഗുകാർ പറയും, ഞങ്ങളുടെ പാർട്ടിയിൽ ഉണ്ടല്ലോ UC രാമനുണ്ട്. എടോ, SC/ST വിഭാഗത്തിന് റിസർവേഷൻ എന്ന് പറയുന്ന ഒന്ന് ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇവരെ നിങ്ങൾ കൂട്ടുമോ? ഞങ്ങൾ 2-3 നായന്മാരെ മത്സരിപ്പിക്കും ഈ കോർപ്പറേഷനിലേക്ക്. ലീഗിന് കഴിയില്ലല്ലോ. നിങ്ങൾ പോലെ കയ്യും കാലും പോയി പിടിച്ചിട്ട് പറയാം നിങ്ങൾ മത്സരിക്കണം, നിങ്ങൾ മത്സരിച്ചില്ലെങ്കിൽ ആകെ കുഴപ്പാവും, ഞങ്ങൾക്ക് സീറ്റ് ഉണ്ടാവില്ല. അപ്പൊ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗക്കാർ മാത്രം ഒത്തുകൂടുന്ന സംഗമസ്ഥാനം ആവരുത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മേളനവും. അതാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. CPIM-ൽ ചേർന്നാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി സഹകരിച്ചാൽ എല്ലാ ജാതി മതസ്ഥരും നമുക്ക് കൂട്ടായിട്ടുണ്ടാകും, നമ്മളെ സഹായിക്കാനുണ്ടാകും. നമുക്കൊരാവശ്യം വരുമ്പോ അവരാണ് ഓടിക്കൂടുക. ഒരു മുസ്ലിമിന്റെ പ്രശ്നം പറയുന്നതിനേക്കാൾ, ഒരു ക്രിസ്ത്യാനിയുടെ പ്രശ്നം പറയുന്നതിനേക്കാൾ ഇതര മതസ്ഥരായിട്ടുള്ളവർ നമ്മളുടെ പ്രശ്നങ്ങൾ ജനാധിപത്യ സംവിധാനത്തിൽ പറയുമ്പോ അതിന് കിട്ടുന്ന ഒരു ഊക്കുണ്ട്. അതാണ് ജോൺ ബ്രിട്ടാസിന്റെ രാജ്യസഭാ പ്രസംഗങ്ങളിൽ നമ്മൾ കേൾക്കുന്നത്. ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിൽ പ്രസംഗിച്ചതുപോലെ മുസ്ലിം ലീഗിന്റെ ഒരു MP നരേന്ദ്രമോദിക്കോ അമിത്ഷാക്കോ എതിരെ കൈ ചൂണ്ടി സംസാരിച്ചു എന്ന് എപ്പോഴെങ്കിലും നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ? അബ്ദുസമദ് സമദാനി നല്ല പ്രസംഗകനാണല്ലോ. അദ്ദേഹം ഇന്ത്യയുടെ പാർലമെന്റ് പിടിച്ചു കുലുക്കുന്ന പ്രസംഗങ്ങൾ നടത്താൻ അദ്ദേഹത്തിന് കഴിയില്ല. ഇന്നുവരെ ഇവിടെ ജോൺ ബ്രിട്ടാസ് പറയുന്നതിന്റെ 1000 കാതമകലെ എത്താൻ സമദാനിയുടെ വാക്കുകൾക്ക് കഴിയുന്നുണ്ടോ? മിസ്റ്റർ മോദിജി എന്നൊരു വാക്ക് സെട്ടു സാഹിബും ഗുലാം മഹ്മൂദ് ബനാത്തുവാല സാഹിബും ഒക്കെ ഇന്ത്യയുടെ പാർലമെന്റിൽ അന്നത്തെ പ്രധാനമന്ത്രിമാരായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ മൂക്കിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് സംസാരിച്ചത് ആവേശത്തോടു കൂടിയാണ് പഴയ മുസ്ലിം ലീഗുകാരൻ എന്നുള്ള നിലയിൽ എനിക്ക് ഓർക്കാൻ വേണ്ടി കഴിയുക. അതുപോലെ ഓർമ്മിക്കാൻ സമദാനിയുടെ ഒരു വാക്ക്, ഒരു പ്രസംഗം. സാധാരണ നമ്മളുടെ നാട്ടിലൊക്കെ പറയുമല്ലോ, എണ്ണയും പുരട്ടി വാഴയെ കയറിയ പോലെയുള്ള പ്രസംഗമാണ് സമദാനി സാഹിബ് ഇന്ത്യയുടെ പാർലമെന്റിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എണ്ണയും പുരട്ടി വാഴയെ കയറിയ പോലെയുള്ള പ്രസംഗം. ആർക്കും ഒരു പ്രശ്നവുമില്ല, നല്ല പാട്ടിങ്ങനെ പാടും. തന്നെ പാർലമെന്റ് പാട്ടുപാടാനുള്ളതല്ല, കവിത ഒക്കെ പറയാം. പക്ഷെ മോദിയുടെ മൂക്കിന് നേരെ വിരൽ ചൂണ്ടി സംസാരിക്കേണ്ടതെടുത്ത് സംസാരിക്കാൻ, താൻ പ്രതിനിധാനം ചെയ്യുന്ന ജനവിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്നുണ്ടോ ലീഗിന്റെ പാർലമെന്റ് മെമ്പർമാർക്ക്? അതാണ് ജോൺ ബ്രിട്ടാസിനോട് ഇത്ര ദേഷ്യം ലീഗുകാർക്ക്. നമ്മളുടെ MP-മാരിൽ ഇപ്പോ ഏറ്റവും ദേഷ്യം ആരോടാണ്? ജോൺ ബ്രിട്ടാസിനോടാണ്. ബ്രിട്ടാസിനെ ട്രോളലാണ് ലീഗ് സൈബർ വിങ്ങിന്റെ പണി. കാരണം ബ്രിട്ടാസ് ഇങ്ങനെ സംസാരിച്ച നാട്ടുകാർ ചോദിക്കൂലേ, സമദാൻ എന്താ ചെയ്യണം അവിടെയെന്ന്, ബഷീർ എന്താ ചെയ്യണം അവിടെയെന്ന് ചോദിക്കൂലേ, ഇവരെ നാവെന്താ ഇറങ്ങിപ്പോയോന്ന് അന്വേഷിക്കൂലേ ലീഗുകാർ? ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ സാധിക്കുമെന്ന് ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ള ആളുകൾ കേരളത്തിൽ നിന്ന് പോയി തെളിയിക്കുകയാണ്. ആ സമയത്ത് ലീഗിന്റെ MP-മാര് സുഖനിദ്രയിൽ ആണ്ട് കിടക്കുകയാണ്. ഒരു വാചകം പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ വിമർശിച്ചുകൊണ്ടോ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയെ വിമർശിച്ചുകൊണ്ടോ നടത്താൻ കഴിയുന്നില്ല. ED പേടിയാണ്. എപ്പോഴാണ് ED വീട്ടിലേക്ക് വരുന്നത് എന്ന് ഭയപ്പെട്ട് നിൽക്കുകയാണ് ലീഗിന്റെ നേതാക്കന്മാർ. ലീഗിന്റെ നേതാക്കന്മാർക്കെതിരായിട്ടുള്ള ED കേസുകളൊക്കെ അന്വേഷിക്കാതെ കിടക്കുകയാണ്. ED പോകുന്നില്ല, അവരുമായിട്ടൊരു അഡ്ജസ്റ്റ്മെന്റ്.
ED പറയുകയാണ് ഇവരോട്, നിങ്ങൾ പാർലമെന്റിൽ ഞങ്ങൾക്കെതിരായി ഉറഞ്ഞു തുള്ളിയാൽ നിങ്ങളുടെ കോമ്പൗണ്ടുകളിൽ, നിങ്ങളുടെ വീടുകളിൽ ED ഉദ്യോഗസ്ഥന്മാരും ഉറഞ്ഞു തുള്ളും, സൂക്ഷിച്ചോളണം. ഭയപ്പെട്ട് നിൽക്കുകയാണ് മുസ്ലിം ലീഗ്. ജോൺ ബ്രിട്ടാസ് പ്രസംഗിക്കുന്നത് പോലെ ഒരു വാക്ക് പറയാൻ സമദാനിക്കും ബഷീർ സാഹിബിനും സാധിക്കാത്തത് അതുകൊണ്ടാണ്. ഈ കള്ളക്കളിയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തുക. എല്ലാ മതവിഭാഗക്കാർക്കും ഒരുമിച്ച് കൂടാം ഈ പാർട്ടിയിൽ. മഗ്‌രിബ് ബാങ്ക് കൊടുത്താൽ എല്ലാവരോടും ഈ മൈക്കിലൂടെ പറയില്ല, നിങ്ങൾ പള്ളിയിൽ പോയി കൊള്ളുന്നു, ഇഷ്ടമുള്ളവർക്ക് പോകാം. ക്ഷേത്രത്തിൽ നിന്ന് വൈകുന്നേരം സന്ധ്യാസമയത്ത് വിളക്ക് വെച്ച് അവിടെ നിന്ന് ജപമന്ത്രങ്ങൾ ഉരുവിട്ടു തുടങ്ങിയാൽ ആരോടും പറയില്ല ക്ഷേത്രത്തിൽ പോയി പൂജിച്ചു വന്നോളൂ എന്ന്. അങ്ങനെ ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് പോകാം, അതിന് വിലക്കില്ല. എല്ലാവരും ഒത്തുകൂടുന്ന ഒരു സംഘടനയും സംവിധാനവുമാകണം നമ്മളുടെ പൊളിറ്റിക്കൽ സെറ്റപ്പ് എന്ന് പറയുന്നത്. മതന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് എല്ലാ ജനവിഭാഗങ്ങളുടെയും പിന്തുണയും സഹായവും സഹകരണവും ഉണ്ടാവണം. അതിന് ഏറ്റവും യോജ്യമായ പാർട്ടി ഇടതുപക്ഷ വിഭാഗമാണ്, CPIM ആണ്. ഇടതുപക്ഷത്തിനും നേതൃത്വം നൽകുന്ന CPIM ആണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ച് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.